കുച്ചിലിരുന്നിട്ടായിട്ട് ബുക്ക് വായിക്കുമ്പോഴേക്കാണ് ഉമ്മാന്റെ ഒരു വോയിസ്. മോന് പോയി ഒരു താടി മുടി എടുത്തിട്ട് പോ ബമ്പാല്ലേ പോ. ഉമ്മ ചെല്ലിയ നേരെന്നപ്പാ താടി മുടിയും വളർന്നിട്ട് പിരാന്തനെ പോലെ ആയി. എന്താക്കുന്ന ടെൻഷനും മൂലം ഇങ്ങനെ മുടിയെടുക്കാനും താടി എടുക്കാനും മറന്നുപോയി. ഹൈ ഗൈസ്, ഇറ്റ്സ് മീ അബൂബക്കർ സിദ്ദീഖ്, അതായത് പൂക്കി അബൂബക്കർ. നേരെ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോഴേക്ക് ബേർ കുറ്റുന്നതിന് സത്യാങ്ങിന്നില്ല. എന്ത് ബേർപ്പ്, എന്ത് ചൂട്. ഈ നിൽക്കുന്നത് ബാറല്ല, സംഭവം എന്തെങ്കിലും ATM പൈസ എടുക്കാൻ നിൽക്കുന്ന ക്യൂ ചെല്ലെങ്കിൽ അന്യായി പോയി. എൻ്റെ ബേർപ്പിൻ്റെ അംശമാണെങ്കിൽ ഇങ്ങനെ നിന്നോണ്ട് പോയിട്ട് സർട്ടറുടെ ആകെ ചങ്കിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ നടന്നിട്ട് പോകുമ്പോഴേക്കാണ് ആ രംഗം കണ്ടത്. സംഭവമൊന്നുമില്ല, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, നീ വലുതായി, നിങ്ങൾക്ക് ബേസായി, ഇപ്പം അങ്ങനെ ചിന്ത വേണ്ടാന്ന്. മുടിയെടുക്കുന്ന പീടിയിൽ പോയിട്ട് ഇരുന്നിട്ടാകുമ്പോഴേക്കാണ് കൂട്ടെല്ലാം ഇട്ടിട്ട് ഓർ മുടിയെടുക്കാൻ വേണ്ടി തയ്യാറായി. പിന്നെ ഒന്നും നോക്കില്ല, കട്ടിങ് തുടങ്ങി. മൊബൈൽ യൂട്യൂബ് ഉണ്ടെങ്കിലും മുടിയെടുക്കുന്ന പീടിയിൽ വെച്ച് TV നോക്കുന്ന സന്തോഷം അത് വേറെ തന്നെ. അങ്ങനെ ഫേഷ്യൽ ഇത് ഫ്രീ ആവേ, അതിൻ്റെ കൂടെ പൈസ ഒന്നുമില്ല എക്സ്ട്രാ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മളേക്ക് ഞാൻ എൻ്റെ കോലയെ മാറി ആകെ സുന്ദരനായിട്ട് നമ്മളേക്ക് പിന്നെ ഒന്നും നോക്കില്ല. ബാറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൂക്കാൻ തുടങ്ങി. സംബന്ധം ഉച്ചക്കും വെച്ചിട്ടില്ല. അങ്ങനെ നേരെ പോയിട്ട് 2 ദോശയും ചിക്കൻ ചുക്ക അടിച്ച് ഇതടിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്ന് ബാക്കി വീഡിയോ നിങ്ങൾ നോക്കി. ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ പൂക്കി അബൂബക്കർ അല്ലേത്. എനിക്ക് ഇങ്ങനെ